മണിക്കുട്ടികളെ നമ്മൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ച് ഡെറിവേഷൻസ് ഓൾമോസ്റ്റ് ഫുള്ള് നമ്മൾ ചെയ്തു. അതായത് കുറേ ഡെറിവേറ്റീവ്സ് ഉണ്ടായത്. കോൺസ്റ്റൻറ്റ് x² x⁻n √x, പിന്നെ സൈന്, കോസ്, ടാന്, പിന്നെ അല്ലാതെ 3 പ്രോബ്ലംസ് കൂടെ ചെയ്തിരുന്നു. അതെല്ലാം പഠിച്ചോണം കേട്ടോ. ഡെറിവേഷനും പഠിച്ചോണം. പിന്നെ ബേസിക് റിസൾട്ട് ലാസ്റ്റ് ചെയ്ത 3 ക്വസ്റ്റിന് ഒഴികെ ബാക്കി എല്ലാത്തിൻ്റെ റിസൾട്ട് കാണാതെ പഠിക്കണം. ഡെറിവേഷനും പഠിക്കണം, റിസൾട്ട് കാണാതെയും പഠിക്കണം. അപ്പോൾ നമുക്ക് അത്രയാണ് ബേസിക് റിസൾട്ടുകളുള്ള ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ച് ചെയ്യാനായിട്ട് അത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇനി നമ്മൾ ഡയറക്റ്റ് മെത്തേഡിൽ ഡെറിവേറ്റീവ് കാണാൻ പോവാം. ഡയറക്റ്റ് മെത്തേഡിൽ അത് എളുപ്പമാണ്. അപ്പോൾ നിങ്ങളോട് ഡിഫറൻഷിയേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് മെത്തേഡിലേ ചെയ്യാവുള്ളൂ. യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ രീതി പോകാവൂ. കാരണം ആ രീതി കുറച്ച് ലെങ്തിയാണ്, ഡിഫിക്കൽട്ടാണ്. ഡയറക്റ്റ് മെത്തേഡ് നമുക്ക് അതിപ്പോൾ 2 പേജ് ചെയ്യുന്നത് ഇവിടെ 2-3 സ്റ്റെപ്പേ തീരും. അപ്പോൾ അത്രയും വ്യത്യാസമുണ്ട്. അപ്പം വെറുതെ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ് മെത്തേഡ് ചെയ്യുക. യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ മാത്രമേ ആ രീതി ചെയ്യാവുള്ളൂ. f(x)ഉം f(x+h) ഒക്കെ എഴുതി ചെയ്യാവുള്ളൂ. അല്ലാത്തപ്പോൾ ആ രീതി പോയേക്കരുത്. ഓക്കെ, നമുക്കിനി കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഡയറക്റ്റ് മെത്തേഡിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. അതിന് മുമ്പ് ഈ ഡയറക്റ്റ് മെത്തേഡിലുള്ള ചെയ്യാനായിട്ട് 2-3 റൂളുകൾ ആവശ്യമുണ്ട്, റിസൾട്ടുകൾ ആവശ്യമുണ്ട്. അത് ആദ്യം പറഞ്ഞുതരാം. ഓൾജിബ്ര ഓഫ് ഡിഫറൻഷ്യൽ ഫങ്ഷൻസ്. 2 ഡിഫറൻഷ്യൽ ഫങ്ഷൻസ് f(x) ഉം g(x) ഉം നമുക്ക് തന്നിട്ടുണ്ട്. f(x) ഉം g(x) ഉം 2 ഡിഫറൻഷ്യബിൾ ഫങ്ഷൻസ് ആണ്. ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നു. f(x) ആൻഡ് g(x). f(x) ഉം g(x) ഉം 2 ഡിഫറൻഷ്യബിൾ ഫങ്ഷൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറേ റൂളുകളുണ്ട്. ഒന്നാമത്തേത് d/dx ഓഫ് f(x) പ്ലസ് g(x). സമ്മ് വന്നിട്ടുണ്ടെങ്കിൽ ഡെറിവേറ്റീവ് കാണാനായിട്ട് ഒരു ബുദ്ധിമുട്ടില്ല. സെപ്പറേറ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് സമ്മ് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി. d/dx ഓഫ് f(x) പ്ലസ് d/dx ഓഫ് g(x). അപ്പോൾ ആഡ് ചെയ്തിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഓരോന്നിൻ്റെ സെപ്പറേറ്റ് ഡെറിവേറ്റീവ് കണ്ടിട്ട് ആഡ് ചെയ്താൽ മതി. എളുപ്പമുണ്ട്. സെപ്പറേറ്റ് കണ്ടുപിടിക്കാം. ഡിഫറൻസിനും അത് തന്നെ. രണ്ടാമത്തേതെന്ന് പറയുന്ന ഡിഫറൻസാണ്. d/dx ഓഫ് f(x) മൈനസ് g(x). മൈനസ് g(x) വന്നാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് സെപ്പറേറ്റ് എടുക്കാം. d/dx ഓഫ് f(x) മൈനസ് d/dx ഓഫ് g(x). ഇങ്ങനെ ചെയ്യാം. ഇനി ഒരു ഫംഗ്ഷൻ്റെ കൂടെ കോൺസ്റ്റന്റ് വന്നാൽ മൂന്നാമത്തെ റൂൾ അതാണ്. ഡെറിവേറ്റീവ് ഓഫ് കോൺസ്റ്റന്റ് k ഇൻറ്റു f(x). k ഒരു കോൺസ്റ്റന്റാണ്. കോൺസ്റ്റന്റ് തന്നെ വന്നാൽ ഡെറിവേറ്റീവ് എന്താണെന്നാണ് പഠിച്ചത് നമ്മൾ ആദ്യത്തെ ഡെറിവേറ്റീവ് ഓഫ് കോൺസ്റ്റന്റ് നമ്മൾ പഠിച്ചതല്ലേ. ദാറ്റ് ഈസ് 0. k തന്നെ വന്നാൽ d/dx ഓഫ് k എന്ന് വന്നാൽ 0യാണ്. k തനിച്ച് വന്നാൽ ഡെറിവേറ്റീവ് 0. അതേസമയം ഒരു ഫംഗ്ഷൻ്റെ ഒപ്പം f(x)ന്റെ ഒപ്പം k വന്നാൽ k നമുക്ക് വെളിയിലേക്ക് എടുക്കാം. ഇൻറ്റു d/dx ഓഫ് f(x). ഇങ്ങനെ എഴുതാം. അതിൻ്റെ സൗണ്ട് ഇച്ചിരി കുറച്ച് വെച്ചേ. പറഞ്ഞാൽ മനസ്സിലായി. ഒരു ഫംഗ്ഷന്റെ ഒപ്പം k വന്നിട്ടുണ്ടെങ്കിൽ k വെളിയിലേക്ക് എടുക്കാം. k ഇൻറ്റു d/dx ഓഫ് f(x). d/dx ഓഫ് f(x) ഇങ്ങനെ എഴുതാം. ഇനി നമുക്ക് ഇപ്പം സമ്മായി, ഡിഫറൻസായി, കോൺസ്റ്റന്റ്. ഞാൻ ഫോൺ മേടിച്ച് വെക്കും കേട്ടോ. ഫോൺ മേടിച്ച് വെക്കും കേട്ടോ. ഞാൻ പറഞ്ഞു. ഇനി ഇപ്പം സമ്മായി, ഡിഫറൻസായി, കോൺസ്റ്റന്റ് ഇൻറ്റു f(x) ആയി. ഇനി അടുത്ത രണ്ടെണ്ണമുള്ള പ്രോഡക്റ്റും കോഷ്യന്റും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിപ്പോൾ ഇതുപോലെ അത്രയ്ക്ക് ഈസി അല്ല. സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. പ്രോഡക്റ്റ് വന്നാൽ അത് ഒരു പേരുണ്ട്, പ്രോഡക്റ്റ് റൂൾ എന്നാണ് പറയുന്നത്. പ്രോഡക്റ്റ് റൂൾ. നാലാമത്തേത് പ്രോഡക്റ്റ് റൂൾ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ, പ്രോഡക്റ്റ് റൂൾ. ഇനി അങ്ങോട്ട് മുഴുവൻ സെക്കൻഡ് ഇയറിലൊക്കെ ഒരുപാട് നമുക്ക് ഉപയോഗിക്കേണ്ടതാണ് ഈ റൂള്. പ്രോഡക്റ്റ് റൂളും കോഷ്യന്റ് റൂളും തെറ്റ് ഉപയോഗിക്കേണ്ടതാണ്. അത് വളരെ നന്നായിട്ട് പഠിച്ചു വെച്ചോളാം. പ്രോഡക്റ്റ് വന്നാൽ പ്രോഡക്റ്റ് റൂൾ. അതായത് റൂൾ ഇതാണ്. d/dx ഓഫ് f(x) ഇൻറ്റു g(x). f(x) ഇൻറ്റു g(x) പ്രോഡക്റ്റ് വന്നിരിക്കുക. അപ്പോൾ റൂൾ ഇതാണ്. വെറുതെ നമുക്ക് സെപ്പറേറ്റ് എഴുതാൻ സാധിക്കത്തില്ല. ഫംഗ്ഷൻ f(x) വെറുതെ എഴുതുക. f(x) ഇൻറ്റു d/dx ഓഫ് g(x). ഒരു ഫംഗ്ഷൻ വെറുതെ എഴുതുക. f(x) ഓ g(x) ഓ ഏത് വേണേലും വെറുതെ എഴുതാം. f(x) ഇൻറ്റു അപ്പോൾ അടുത്ത ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഓഫ് g(x) പ്ലസ് തിരിച്ചും. ഇതിപ്പോൾ f(x) അല്ലേ വെറുതെ എഴുതിയിരുന്നത്, g(x)ന്റെ ഡെറിവേറ്റീവ് നേരെ തിരിച്ചെഴുതുക. g(x) ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് f(x).
ഒരെണ്ണം വെറുതെ ഇട്ടുകൊണ്ട് നെക്സ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് നേരെ തിരിച്ചു. ഇവിടെ നിങ്ങൾക്ക് എഫ് ഓഫ് എക്സോ ജി ഓഫ് എക്സോ ഏത് വേണേലും ആദ്യം എഴുതാം കേട്ടോ. കാരണം പ്ലസ് അല്ലേ. ജി ഓഫ് എക്സിന്റെ ഈ ടേം ആദ്യം എഴുതിയാലും കുഴപ്പമില്ല. എഫ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് ഓഫ് ജി ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഏത് വേണേലും ആദ്യം എഴുതാം. ഇതാണ് പ്രോഡക്റ്റ് റൂൾ. പ്രോഡക്റ്റ് വരുമ്പോൾ പ്രോഡക്റ്റ് റൂൾ സെപ്പറേറ്റ് ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് എഴുതരുത്, തെറ്റാണ്. എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ജി ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് അങ്ങനെ എഴുതാവുള്ളൂ. ഓർക്കണം. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ കോഷ്യന്റ്. ഇതിപ്പം പ്രോഡക്റ്റ് ഇല്ലേ, ഡിവിഷൻ വരുന്നു. അതിനെ കോഷ്യന്റ് റൂൾ എന്നാണ് പറയുന്നത്. കോഷ്യന്റ് റൂൾ. അഞ്ചാമത്തേത് കോഷ്യന്റ് റൂൾ. കോഷ്യന്റ് റൂൾ, പ്രോഡക്റ്റ് റൂളും കോഷ്യന്റ് റൂളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഡി ബൈ ഡി എക്സ് ഓഫ് കോഷ്യന്റ് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് ചോദിച്ചാൽ ഈക്വൽ ടു, ഇവിടെ നിങ്ങളോട് ഞാൻ പറഞ്ഞു ഏതാദ്യം എഴുതിയാലും കുഴപ്പമില്ലെന്ന്. കാരണം നടുക്ക് പ്ലസ് ആണ്. പ്ലസ് വരുന്നുണ്ട്. ഈ ടൈം ആദ്യം എഴുതിയാലും കുഴപ്പമില്ല, ഇത് ആദ്യം എഴുതിയാലും കുഴപ്പമില്ല. എഫ് ഓഫ് എക്സ് വേണമെങ്കിൽ ആദ്യം എഴുതാം, ജി ഓഫ് എക്സ് വേണമെങ്കിൽ ആദ്യം എഴുതാം. പക്ഷേ കോഷ്യന്റ് റൂളിൽ അത് പറ്റത്തില്ല, നടുക്ക് മൈനസ് ആണ് വരുന്നത്. അതുകൊണ്ട് ആദ്യം എഴുതുന്നത് ശ്രദ്ധിച്ചെഴുതിക്കണം. ആദ്യം എഴുതേണ്ടത് എപ്പോഴും ഡിനോമിനേറ്ററായ ജി ഓഫ് എക്സ് ആണ്. ഡിനോമിനേറ്ററായ ജി ഓഫ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ്. ജി ഓഫ് എക്സ് എഴുതുമ്പോൾ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് എഴുതണം, നടുക്ക് മൈനസ് ആണ്. ഇത് തിരിച്ച് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ജി ഓഫ് എക്സ്. തീർന്നില്ല. ഡിവൈഡഡ് ബൈ, ഇവിടെ ഹോൾ ഡിവിഷൻ ഉണ്ട്, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററായ ജി ഓഫ് എക്സിന്റെ സ്ക്വയർ. ജി ഓഫ് എക്സിന്റെ സ്ക്വയർ. അപ്പം കോഷ്യന്റ് റൂൾ പലരും എഴുതിയിട്ട് ഇത്ര എഴുതും, താഴത്തെ എഴുതാൻ വിട്ടുപോകും. ഡിനോമിനേറ്റർ സ്ക്വയർ എഴുതാൻ അങ്ങ് വിട്ടുപോകും. ശ്രദ്ധിച്ചോണം. ഡിനോമിനേറ്റർ വേണം ആദ്യം എഴുതാൻ. ഡിനോമിനേറ്റർ ജി ഓഫ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ജി ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററായ ജി ഓഫ് എക്സിന്റെ സ്ക്വയർ. ഇതാണ് കോഷ്യന്റ് റൂൾ. അപ്പം പ്രോഡക്റ്റ് റൂളും കോഷ്യന്റ് റൂളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിനി ഒരുപാട് യൂസ് ചെയ്യേണ്ടതാണ്. നിങ്ങളത് ശരിക്കും പഠിച്ചോണം. പിന്നെ ഇതൊക്കെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ബേസിക് റിസൾട്ടുകളെല്ലാം കാണാതെ പഠിച്ചിരിക്കണം. അതൊക്കെ ഈ റൂളുകളും ബേസിക് റിസൾട്ടുകളും അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ഡിഫറൻസിയേഷനെ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിക്കുന്നില്ല, നേരിട്ട് ഡിഫറൻസിയേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, നമുക്ക് ഇതിൻ്റെ പ്രോബ്ലംസ് ചെയ്യാം. ആദ്യം നമുക്ക് find the derivative of x square minus 2 at x is equal to 10. Find the derivative of x square minus 2 at x is equal to 10. ഈ x square minus 2ന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. അറ്റ് ദ പോയിന്റ് 10. 10 എന്ന് പറയുന്ന പർട്ടിക്കുലർ പോയിന്റിന്റെ ഡെറിവേറ്റീവ് കാണാം. അപ്പോൾ നമ്മൾ പർട്ടിക്കുലർ പോയിന്റ് തൽക്കാലം അവിടെ നിൽക്കട്ടെ. ജനറൽ ആയിട്ടുള്ള ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. x square minus 2ന്റെ ജനറൽ ഡെറിവേറ്റീവ് കാണാൻ പോവാം. അപ്പോൾ അതിന് വേണമെങ്കിൽ ഇതിനെ y എന്നോ f of x എന്നോ ഇഷ്ടമുള്ളത് എടുക്കാം. f of x equal to x square minus 2 ഇങ്ങനെ നമ്മൾ എടുക്കും. അല്ലെങ്കിൽ y equal to അങ്ങനെ വേണമെങ്കിലും എഴുതാം. y equal to x square minus 2. ഇതിന്റെ ഡെറിവേറ്റീവ് f dash x അല്ലെങ്കിൽ dy by dx. f dash x കണ്ടുപിടിക്കുക. f dash x എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ്. d by dx of x square minus 2. x square minus 2ന്റെ ഡെറിവേറ്റീവ് ആണ് f dash x. നമുക്ക് ഇതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. x square ഇത് സെപ്പറേറ്റ് എഴുതാം കേട്ടോ. x square minus 2 ഇല്ലേ, നെഗറ്റീവ് വന്നാൽ നമുക്ക് ഓരോന്നിനെ സെപ്പറേറ്റ് എഴുതാമെന്ന് പഠിച്ചതാണ്. ഡെറിവേറ്റീവ് ഓഫ് x square മൈനസ് ഡെറിവേറ്റീവ് ഓഫ് 2 ഇങ്ങനെ എഴുതാം. നമുക്ക് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് അറിയാം. ഡയറക്റ്റ് എക്സ് സ്ക്വയറിന്റെ റിസൾട്ട് ഡിറൈവ് ചെയ്തല്ലേ. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് നമുക്ക് 2x നമ്മൾ പഠിച്ചാൽ 2x മൈനസ് 2ന്റെ ഡെറിവേറ്റീവ് 2 കോൺസ്റ്റന്റ്. കോൺസ്റ്റന്റ് തന്നെ വന്നാൽ ഡെറിവേറ്റീവ് 0 എന്ന് വിളിച്ചു. 2x മൈനസ് 0. അപ്പോൾ ആൻസർ 2x കിട്ടി കേട്ടോ. എഫ് ഡാഷ് എക്സ് എക്സ് സ്ക്വയർ മൈനസ് 2ന്റെ ഡെറിവേറ്റീവ് നമുക്ക് 2 × x കിട്ടി. എക്സ് സ്ക്വയർ മൈനസ് 2ന്റെ ഡെറിവേറ്റീവ് 2x ആണ്. ഓക്കെ, ഇനി നമുക്ക് ആ പർട്ടിക്കുലർ ജനറൽ ഡെറിവേറ്റീവ് അല്ല വേണ്ടത്, 10ന്റെ ഡെറിവേറ്റീവാണ്. അപ്പോൾ ഡെറിവേറ്റീവ് എഫ് ഡാഷ് എക്സ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 10. എക്സ് ഇസ് ഈക്വൽ ടു 10ന്റെ ഡെറിവേറ്റീവ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ജനറൽ ആയിട്ടുള്ള എഫ് ഡാഷ് എക്സ് 2x ആണ്. എക്സ് ഇസ് ഈക്വൽ ടു 10ന്റെ ഡെറിവേറ്റീവ് കാണാനായിട്ട് എക്സിന് 10 കൊടുത്താൽ മതി. ഡെറിവേറ്റീവ് 2x അല്ലേ കിട്ടിയത്, അതിൽ എക്സിന് 10 കൊടുത്താൽ നമുക്ക് 10ന്റെ ഡെറിവേറ്റീവ് കിട്ടും. അപ്പോൾ 2 × എക്സിന് പകരം 10 കൊടുക്കും ഈക്വൽ ടു 20 വരും. ഏത് പോയിന്റിന്റെ ഡെറിവേറ്റീവ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് 0യുടെ ഡെറിവേറ്റീവ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 2 × 0 കൊടുത്താൽ മതി. 1ന്റെ ഡെറിവേറ്റീവ് ചോദിച്ചാൽ 2 × 1 കൊടുത്താൽ മതി. 5ന്റെ ഡെറിവേറ്റീവ് ചോദിച്ചാൽ 2 × 5. എക്സിന് ആ വാല്യൂ കൊടുത്താൽ മതി. ജനറൽ ആയിട്ടുള്ള ഡെറിവേറ്റീവ് കാണുക, എന്നിട്ട് എക്സിന് ആ വാല്യൂ, എക്സ് ഉണ്ടെങ്കിൽ എക്സിന് ആ വാല്യൂ കൊടുത്താൽ ആ പോയിന്റിലെ ഡെറിവേറ്റീവ് കിട്ടും. അങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് 99x
find the derivative of 99x at x is equal to 100. 100 x is equal to 100 ആ പോയിന്റിലെ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ്. അപ്പൊ നമുക്ക് ഫംഗ്ഷൻ അല്ലെ y എന്നോ എന്ത് വേണേലും എഴുതാം. y equal to 99x അല്ലെ f of x എന്നോ ഇഷ്ടമുള്ള എഴുതാം കേട്ടോ. y എന്നോ f of x എന്നോ എഴുതാം. f of x എന്ന് എഴുതുമ്പോൾ ഡെറിവേറ്റീവ് f dash x എന്ന് എഴുതുക. y എന്ന് എഴുതുവാണെങ്കിൽ dy by dx എഴുതുക. എങ്ങനെ വേണമെങ്കിൽ ഇഷ്ടമുള്ളത് എഴുതാം. അപ്പോൾ y equal to 99x നമ്മൾ ജനറൽ ആയിട്ടുള്ള ഡെറിവേറ്റീവ് കാണാൻ പോവാം. dy by dx. y യുടെ വാല്യൂ d by dx of 99x. കണ്ടോ, കോൺസ്റ്റന്റ് 99 ഒരു കോൺസ്റ്റന്റ്. കോൺസ്റ്റന്റ് ഫംഗ്ഷന്റെ കൂടെ വന്നാൽ വെളിയിലേക്ക് എടുക്കാമെന്ന് നമ്മൾ പഠിച്ചില്ലേ. കോൺസ്റ്റന്റ് തന്നെ വരുമ്പോഴാണ് കേട്ടോ 0. എക്സിന്റെ കൂടെ വരുമ്പോൾ 0 അല്ല. 99 നമ്മൾ വെളിയിലോട്ട് എടുക്കുന്നു. 99 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ്. എക്സിന്റെ ഡെറിവേറ്റീവ് പഠിച്ചാണല്ലോ, dx by dx ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഓർക്കുന്നുണ്ടോ? ദാറ്റ് ഈസ് 1. അപ്പോൾ നമുക്ക് 99 ഇൻറ്റു 1 എന്ന് കിട്ടി. 99 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ 99 വരും. ഇപ്പം ഡെറിവേറ്റീവ് വൈയുടെ ഡെറിവേറ്റീവ് നമുക്ക് 99 കിട്ടി. y 99x ആയിരുന്നു, അതിന്റെ ഡെറിവേറ്റീവ് 99 കിട്ടി. നമുക്ക് അറ്റ് ദ പോയിന്റ് 100 ആണ് വേണ്ടത്. dy by dx അറ്റ് ഡെറിവേറ്റീവ് അറ്റ് x is equal to 100 ആണ്. 100ന്റെ ഡെറിവേറ്റീവ് എത്ര ആയിരിക്കും? 100 എന്ന് പറയുന്ന പോയിന്റിന്റെ ഡെറിവേറ്റീവ്. ജനറൽ ഡെറിവേറ്റീവ് നിങ്ങൾ നോക്കാം 99 എപ്പോഴും 99. അപ്പം 100 ആണെങ്കിലും 200 ആണെങ്കിലും 10 ആണെങ്കിലും 0 ആണെങ്കിലും എന്താണെങ്കിലും ഡെറിവേറ്റീവിന് മാറ്റം ഉണ്ടോ? ഡെറിവേറ്റീവ് ഓൾവേസ് 99. എക്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എക്സിന് വില കൊടുക്കുള്ളൂ. കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഓൾവേസ് 99. ഓക്കെ, ഓടിയതുകൊണ്ട് മാറ്റിയോടാ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫറൻഷിയേറ്റ് x മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി. ഡിഫറൻഷിയേറ്റ് എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി. ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി. അപ്പം നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ ഏത് ഫോമിലാണ് കിടക്കുന്നത്? പ്രോഡക്റ്റ് ആയിട്ടല്ലേ കിടക്കുന്നത്. പ്രോഡക്റ്റ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് റൂൾ വെച്ച് ചെയ്യാം. അല്ലാതെ വേണേൽ എക്സ്പാൻഡ് ചെയ്തിട്ടും ചെയ്യാം കേട്ടോ. ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് പ്രോഡക്റ്റ് റൂൾ ഒന്നും ഉപയോഗിക്കാതെ വേണേൽ ചെയ്യാം. എന്താണ് നിങ്ങൾ പ്രോഡക്റ്റ് റൂൾ പഠിക്കണം. അപ്പം നമുക്ക് പ്രോഡക്റ്റ് റൂൾ വെച്ച് തന്നെയൊക്കെ ചെയ്യാം. അപ്പോൾ ഇത് y is equal to x minus a into x minus b. ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണാൻ പോവാണ്. അപ്പോൾ എന്താണെങ്കിലും ഇതിൻ്റെ രണ്ടിൻ്റെ സെപ്പറേറ്റ് ഡെറിവേറ്റീവ് നമുക്ക് വേണം. എക്സ് മൈനസ് എയുടെ ഡെറിവേറ്റീവ് വേണം, എക്സ് മൈനസ് ബിയുടെ ഡെറിവേറ്റീവും ഇടയ്ക്ക് വേണ്ടി വരും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കത് ആദ്യം സെപ്പറേറ്റ് കണ്ടുപിടിക്കാം. ഡെറിവേറ്റീവ് ഓഫ് എക്സ് മൈനസ് എ നമുക്ക് ഡെറിവേറ്റീവ് അത് സെപ്പറേറ്റ് ചെയ്താലോ. എക്സിൻ്റെ എയുടെ ഡെറിവേറ്റീവ് മൈനസ് അല്ലേ. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് എക്സ് മൈനസ് ഡെറിവേറ്റീവ് ഓഫ് എ ഇങ്ങനെ എഴുതാം. എക്സിൻ്റെ ഡെറിവേറ്റീവ് എഴുതാം, എയുടെ ഡെറിവേറ്റീവ് എഴുതാം. എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1 മൈനസ് എയുടെ ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റന്റ് അല്ലേ. എയുടെ ഡെറിവേറ്റീവ് 0. അപ്പോൾ 1 മൈനസ് 0 1 എന്ന് കിട്ടും. അപ്പോൾ എക്സ് മൈനസ് എയുടെ ഡെറിവേറ്റീവ് 1. ഇതുപോലെ തന്നെ നമുക്ക് എക്സ് മൈനസ് ബിയുടെ ഡെറിവേറ്റീവും കാണാം. എക്സ് മൈനസ് ബി. അപ്പം ഡെറിവേറ്റീവ് ഓഫ് ഇതുപോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. എക്സ് മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ബി. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, ബി കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0. അതിൻ്റെയും ആൻസർ 1 എന്ന് കിട്ടും. ഇനി നമുക്ക് വൈയുടെ ഡെറിവേറ്റീവ് ഫുള്ള് dy by dx equal to d by dx of x minus a into x minus b. കേട്ടോ, ഇതിപ്പോൾ f of x into g of x ഫോമിലല്ലേ കിടക്കുന്നത്. നമുക്കതിനെ അങ്ങനെ തന്നെ എഴുതാം. d by dx of f of x into g of x ഇങ്ങനെ എഴുതാം. ഇനി അവിടെ നമുക്ക് പ്രോഡക്റ്റ് ആണ്. പ്രോഡക്റ്റ് റൂൾ എഴുതാം. പ്രോഡക്റ്റ് റൂൾ എഴുതണേ. f of x into d by dx of g of x plus g of x into d by dx of f of x. f of x into d by dx of g of x plus g of x into d by dx of f of x equal to f of x ന്റെ സ്ഥാനത്ത് നമ്മൾ x minus a എഴുതുന്നുണ്ടോ. f of x ന്റെ സ്ഥാനത്ത് x minus a ആണ്. f of x x minus a ആണ്. g of x x minus b ആണ്. x minus a യും x minus b യും. അപ്പോൾ f of x ന്റെ സ്ഥാനത്ത് നമ്മൾ f of x ന്റെ സ്ഥാനത്ത് x minus a കൊടുക്കുന്നു. ഇൻറ്റു d by dx of g of x ന്റെ സ്ഥാനത്ത് x minus b കൊടുക്കുന്നു. x minus b പ്ലസ് തിരിച്ച് x minus b ഇൻറ്റു
ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സിന്റെ സ്ഥാനത്ത് എക്സ് മൈനസ് എയും കൊടുക്കുന്നു. ഇനി നമ്മൾ ഇതുണ്ടോ എക്സ് മൈനസ് എ ഒന്നും ചെയ്യാൻ പറഞ്ഞിട്ടില്ല, അത് അതേപടി എഴുതുന്നു. എക്സ് മൈനസ് എ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് മൈനസ് ബി നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ഡെറിവേറ്റീവ് ഓഫ് എക്സ് മൈനസ് ബി അത് 1 ഇൻറ്റു 1 എഴുതി. പ്ലസ് ഇനി എക്സ് മൈനസ് ബി അതുപടി എഴുതിയാൽ മതി. ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് മൈനസ് എ, എക്സ് മൈനസ് എയുടെ ഡെറിവേറ്റീവ് 1. അപ്പം ഇതുണ്ടോ 1 വെച്ച് എക്സ്പാൻഡ് ചെയ്താൽ മതി. അപ്പോൾ എക്സ് മൈനസ് എ ഇൻറ്റു 1 എന്ന് വെച്ചാൽ എക്സ് മൈനസ് എ തന്നെ വരും. പ്ലസ് എക്സ് മൈനസ് ബി ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് ബി വരും. ഈക്വൽ എക്സും എക്സും കൂടെ ആഡ് ചെയ്ത് 2x എഴുതാം. മൈനസ് എ മൈനസ് ബി, ഇതാണ് ഇതിൻ്റെ ഡെറിവേറ്റീവ്. എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബിയുടെ ഡെറിവേറ്റീവ് പ്രോഡക്റ്റ് റൂൾ വെച്ച് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. എളുപ്പമാണ്. അപ്പോൾ ഓരോന്നിൻ്റെ സെപ്പറേറ്റ് ഡെറിവേറ്റീവ് ആദ്യം കണ്ടുപിടിച്ചേക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമുണ്ട്, കുറച്ചും കൂടി പെട്ടെന്ന് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെയുള്ള കേട്ടോ. ഡെറിവേറ്റീവ് ഓഫ് 5x³ പ്ലസ് 3x മൈനസ് 1 5x³ പ്ലസ് 3x മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1. ഇതും പ്രോഡക്റ്റ് ആണ്. പ്രോഡക്റ്റ് റൂൾ വെച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിനെ y എന്ന് എടുക്കാം. y = 5x³ പ്ലസ് 3x മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1. ഇനി നമുക്ക് ആദ്യത്തെ ഡെറിവേറ്റീവ് ഒന്ന് കാണാം. ഡെറിവേറ്റീവ് ഓഫ് എന്താണെങ്കിലും അത് സെപ്പറേറ്റ് ഡെറിവേറ്റീവ് നമ്മൾ പ്രോഡക്റ്റ് റൂളിൻ്റെ അകത്ത് ഡെറിവേറ്റീവ് ഉപയോഗിക്കണമല്ലോ. അപ്പോൾ ആദ്യമേ സെപ്പറേറ്റ് കണ്ടുപിടിച്ച് നോക്കുകയാണെങ്കിൽ എളുപ്പമുണ്ട്. ഡെറിവേറ്റീവ് ഓഫ് 5x³ പ്ലസ് 3x മൈനസ് 1 ഇത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോവാം. ഇവിടെ നമുക്ക് എല്ലാം പ്ലസ് ആയിട്ടാണ് കിടക്കുന്നത്. പ്ലസും മൈനസും ഒക്കെയാണ്. പ്ലസും മൈനസും ആണ്, ഒന്നും പേടിക്കേണ്ട. സെപ്പറേറ്റ് എഴുതാമെന്ന് പഠിച്ചാൽ. അപ്പോൾ നമുക്ക് അതിനെ സെപ്പറേറ്റ് എഴുതാം. ഡി ബൈ ഡി എക്സ് ഓഫ് 5x³ ഒരെണ്ണം പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് 3x അടുത്തത് മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് 1 ഇങ്ങനെ 3 എണ്ണം ആക്കാം. ഇനി നമുക്ക് ഇതുണ്ട് 5 കോൺസ്റ്റന്റ് ആണ്, 3 കോൺസ്റ്റന്റ് ആണ്. 3 കോൺസ്റ്റന്റ് ഒക്കെ നമുക്ക് വെളിയിലേക്ക് എടുക്കാം. അപ്പോൾ 5 ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് x³ പ്ലസ് 3 ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് മൈനസ് 1ന്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം 0. 1 കോൺസ്റ്റന്റ് അല്ലേ, കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് 0. ഇനി നമുക്കിവിടെ ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു x³ ഡെറിവേറ്റീവ് ഓർക്കുന്നുണ്ടല്ലോ. x⁻n വരുമ്പോൾ nx⁻n മൈനസ് 1. അപ്പോൾ x³ വരുമ്പോൾ 3x⁻3 മൈനസ് 1 3x² വരും. പവർ 3 ഇൻറ്റു എക്സിൻ്റെ പവർ 3 നിന്ന് 1 കുറച്ച് 2 വരും. അത് ഇത് ഫുള്ള് ഒരു ടേമാണ്. പ്ലസ് 3 ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. ഇനി അത് ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 3 വരുമ്പോൾ 15x². 3 ഇൻറ്റു 1 വരുമ്പോൾ പ്ലസ് 3 വരും. ഇതാണ് 5x³ പ്ലസ് 3x മൈനസ് 1ന്റെ ഡെറിവേറ്റീവ് 15x² പ്ലസ് 3 കിട്ടും. ഓക്കെ, നമ്മൾ അടുത്ത് എക്സ് മൈനസ് 1ന്റെ ഡെറിവേറ്റീവ് കൂടെ കാണാം. ഡെറിവേറ്റീവ് ഓഫ് എക്സ് മൈനസ് 1 സെപ്പറേറ്റ് എഴുതാം. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് 1. എക്സിൻ്റെ ഡെറിവേറ്റീവ് അറിയാമല്ലോ 1. 1ന്റെ ഡെറിവേറ്റീവ് 1 കോൺസ്റ്റന്റ് അല്ലേ 0. അപ്പോൾ ആൻസർ 1 വരും. ഓക്കെ, ഇനി നമ്മൾ ഡി വൈ ബൈ ഡി എക്സിലേക്ക് പോവുകയാണ്. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് 5x³ പ്ലസ് 3x മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1 പ്രോഡക്റ്റ് ആണ്. പ്രോഡക്റ്റ് ആയതുകൊണ്ട് നമുക്ക് അതിനെ ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് എന്ന് എഴുതാം. എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് പ്രോഡക്റ്റ് റൂൾ എഴുതുക. ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ജി ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സിന്റെ വാല്യൂ നമ്മൾ എഫ് ഓഫ് എക്സിന്റെ സ്ഥാനത്ത് 5x³ പ്ലസ് 3x മൈനസ് 1 അല്ലേ, അത് അതേപടി എഴുതും. 5x³ പ്ലസ് 3x മൈനസ് 1 ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ജി ഓഫ് എക്സിന്റെ സ്ഥാനത്ത് കണ്ടോ, ജി ഓഫ് എക്സിന്റെ സ്ഥാനത്ത് എക്സ് മൈനസ് 1 എക്സ് മൈനസ് 1 പ്ലസ് തിരിച്ച് ജി ഓഫ് എക്സിന്റെ സ്ഥാനത്ത് എക്സ് മൈനസ് 1 ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സിന്റെ സ്ഥാനത്ത് 5x³ പ്ലസ് 3x മൈനസ് 1 5x³ പ്ലസ് 3x മൈനസ് 1. നമ്മൾ ആ വാല്യൂസ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് മൈനസ് 1 വരുന്നത് അതിൻ്റെ വാല്യൂ കൊടുക്കുക. ഇതിൻ്റെ വാല്യൂ അതാത് സ്ഥാനത്ത് ആ വാല്യൂസ് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു 5x³ പ്ലസ് 3x മൈനസ് 1 ഇൻറ്റു 5x³ പ്ലസ് 3x മൈനസ് 1 ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് മൈനസ് 1 എക്സ് മൈനസ് 1ന്റെ ഡെറിവേറ്റീവ് ഉണ്ടോ 1 പ്ലസ് എക്സ് മൈനസ് 1 ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് 5x³ പ്ലസ് 3x മൈനസ് 1 അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഇതായിരിക്കും. അപ്പോൾ ഇത് ബ്രാക്കറ്റിൽ ഇട്ടോണേ 15x² പ്ലസ് 3
എക്സ്പാൻഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാനൊന്നും പോകണ്ട, ഇത്ര എഴുതി അങ്ങ് അണ്ടർലൈൻ ചെയ്താൽ മതി. ഇത് സിംപ്ലിഫൈഡ് ഫോമൊന്നും വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല, നിങ്ങൾ ഇത്ര എഴുതി അങ്ങ് അണ്ടർലൈൻ ചെയ്തിട്ടാം. അപ്പോൾ അതാണ് അതിൻ്റെ ഡെറിവേറ്റീവ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് x raised to minus 4 അല്ലെ ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് 2x minus 3/4. 2x minus 3/4ന്റെ ഡെറിവേറ്റീവ് ആണ്. നമുക്ക് തൽക്കാലം ഇതിനെ y എന്ന് എടുക്കാം. y is equal to 2x minus 3/4. അപ്പോൾ dy by dx എന്ന് പറയുന്നത് സെപ്പറേറ്റ് അങ്ങ് എഴുതിയാൽ മതി. d by dx of 2x minus d by dx of 3/4. കണ്ടോ? 2xലെ 2 വെളിയിലേക്ക് എടുക്കാം. 2 into d by dx of x മൈനസ് 3/4ന്റെ ഡെറിവേറ്റീവ് എന്താണ്? 3/4 കോൺസ്റ്റന്റ് അല്ലേ? കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് 0. അപ്പം 2 into എക്സിന്റെ ഡെറിവേറ്റീവ് 1. അപ്പോൾ ആൻസർ 2 വരും. കണ്ടോ? 2x മൈനസ് 3/4ന്റെ ഡെറിവേറ്റീവ് 1 ആണ്. ഓക്കെ, 1 അല്ലേ? 2 into 1 2. അടുത്ത ഒരു ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് x raised to minus 4 into 3 minus 4x raised to minus 5. 3 minus 4x raised to minus 5. x raised to minus 4 into 3 minus 4x raised to minus 5. ഇതിന്റെ ഡെറിവേറ്റീവ് ആണ്. ഇതിന്റെ ഡെറിവേറ്റീവ് നമുക്ക് y എന്ന് എടുക്കാം. നമുക്ക് പ്രോഡക്റ്റ് ആണ്, പ്രോഡക്റ്റുകൾ വെച്ച് വേണം ചെയ്യാം. പക്ഷെ അതിലും നല്ലത് ഇത് എക്സ്പാൻഡ് ചെയ്യുന്നത് ഇപ്പോൾ. കാരണം ഇത് വെളിയിൽ നോക്കി x raised to minus 4 ഒരു സിംഗിൾ ടേം ഉണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്തിട്ട് പെട്ടെന്ന് അത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളിവിടെ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കേണ്ട, അതിലും നല്ലത് എക്സ്പാൻഡ് ചെയ്യുക. നമുക്ക് ഇനി എക്സ്പാൻഡ് ചെയ്യാം. y is equal to x raised to minus 4 വെച്ച് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അകത്തോട്ട്. അപ്പോൾ 3 into x raised to minus 4 ഒരെണ്ണം ആദ്യത്തെ മൈനസ്, അടുത്തത് 4x raised to minus 5ഉം x raised to minus 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. കേട്ടോ? വെറുതെ അങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ 3 into x raised to minus 4 മൈനസ് 4x raised to minus 5 x raised to minus 4 കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. ഇനി ഇതിപ്പം പ്രത്യേകിച്ചൊന്നും എഴുതാനില്ല. y is equal to 3x raised to minus 4 അങ്ങനെ തന്നെ മൈനസ് 4 into കേട്ടോ a raised to m into a raised to n ഫോമിലേക്ക് കിടക്കുന്നത് ശരിയല്ലേ? അതിന് നമുക്ക് a raised to m plus n എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ നമുക്ക് x raised to ഒരുമിച്ച് എഴുതാം. x raised to minus 5 plus minus 4 എന്ന് എഴുതാം. മൈനസ് 5 minus 4 കൂടെ ആഡ് ചെയ്യുക. മൈനസ് 5 minus 4 കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? -9 വരും. രണ്ടും ഒരേ സൈനാണ്, കൂട്ടിയിട്ടാ സൈൻ ഇട്ടാൽ മതി. അപ്പം y is equal to 3x raised to minus 4 minus 4x raised to minus 9 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിനെ ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ എക്സ്പാൻഡ് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. dy by dx equal to ഡെറിവേറ്റീവ് ഓഫ് ഇത് ഫുള്ള് d by dx of 3x raised to minus 4 minus 4x raised to minus 9. നമുക്ക് അതിനെ സെപ്പറേറ്റ് മൈനസ് അല്ലേ നടുക്കെടുക്കുന്നത്, രണ്ടും രണ്ടാക്കാം. d by dx of 3x raised to minus 4 ഒരെണ്ണം മൈനസ് d by dx of 4x raised to minus 9 അടുത്തത്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് 3 വെളിയിലേക്ക് എടുക്കാം. 3 into d by dx of x raised to minus 4 മൈനസ് 4 വെളിയിലേക്ക് എടുക്കാം. d by dx of x raised to minus 9 കോൺസ്റ്റന്റ് ഒക്കെ നമുക്ക് വെളിയിലേക്ക് എടുക്കാം. ഇനി ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കണം. ഇതിന്റെ റിസൾട്ട് ഏത് റിസൾട്ടാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? d by dx of x raised to n into x raised to n minus 1. n പവർ എന്തും വരാം, ഫ്രാക്ഷൻ വരാം, നെഗറ്റീവ് വരാം, പോസിറ്റീവ് വരാം, എന്ത് വന്നാലും അത് ഉപയോഗിക്കാം. അപ്പോൾ നമുക്കിവിടെ നോക്കാം. ആദ്യം 3 into ഇവിടെ x raised to n ഫോമില്ല, x raised to n. ഈ കേസിൽ n-ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ -4 ആണ്. അപ്പോൾ n into -4 മൈനസ് അത് മുകളിലോട്ട് എഴുതിയോളെ x raised to n minus 1 -4 minus 1 കണ്ടോ? n x raised to n minus 1 n -4 ആണ്. -4 into x raised to -4 minus 1. അടുത്തത് ഇതുണ്ട് മൈനസ് ആയിട്ട് -4 into 3 into -4 x raised to -4 minus 1 ഒരെണ്ണം. അടുത്തത് -4 ഓൾറെഡി ഉണ്ട്. 4 into ഇനി x raised to -9ന്റെ ഡെറിവേറ്റീവ് x raised to n-ന്റെ സംഖ്യയുടെ -9 ആണ്. n x raised to n minus 1 വരുമ്പോൾ -9 x raised to -9 minus 1 ഇതടുത്തത് ഇങ്ങനെ വരും. ആ റിസൾട്ട് രണ്ടിടത്തും ആ റിസൾട്ട് ആദ്യത്തേൽ n -4 രണ്ടാമത്തേൽ n -9. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതിയാൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് കേട്ടോ
3 ഇൻറ്റു -4 3 ഇൻറ്റു -4 വരുമ്പോൾ -12 കിട്ടും. -12 x റേസ് ടു -4 -1 -4 -1 എന്ന് പറയുമ്പോൾ -5 വരും. അത് വരണം. അടുത്ത മൈനസ് ഇൻറ്റു മൈനസ് -4 ഉണ്ട്, -9 ഉണ്ട്. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് വരും. 4 ഇൻറ്റു 9 36 x റേസ് ടു -9 -1 വരുമ്പോൾ -9 -1 വരുമ്പോൾ -10. ഇതാണ് അതിൻ്റെ ആൻസർ. -12 x റേസ് ടു -5 പ്ലസ് 36 x റേസ് ടു -10. അപ്പോൾ അത് അങ്ങനെയാണത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. ഓക്കെ. ഇനി നമുക്ക് 2-3 ബേസിക് റിസൾട്ടുകളുണ്ട്. അതായത് കോസിക് എക്സ്, ട്രിഗ്നോമെട്രിയുടെ 3 റിസൾട്ട് ഇല്ലേ, കോസിക് എക്സ്, കോട്ടെക്സ്, സീക്ക് എക്സ്, കോസിക് എക്സ്. ഇപ്പോൾ നമുക്ക് കോട്ടെക്സ് കൂടെ ചെയ്യാം. കോട്ടെക്സ് ചെയ്യാം. ചെയ്യാം. Find the derivative of 2 by x plus 1 minus x square by 3x minus 1 minus x square by 3x minus 1. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ട്രിഗ്നോമെട്രിയുടെ റിസൾട്ട് ചെയ്യാം. 2 by x plus 1 minus x square by 3x minus 1. ഇതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് നമുക്ക് y എന്ന് എടുക്കാം. y is equal to 2 by x plus 1 minus x square by 3x minus 1. നമുക്ക് dy by dx അല്ലേ കണ്ടുപിടിക്കുന്നത്. നമുക്ക് ഇവിടെ കോഷ്യൻ്റ് ആണെങ്കിലും രണ്ട് കോഷ്യൻ്റ് ഉണ്ട്. അപ്പോൾ നമുക്കത് രണ്ടും സെപ്പറേറ്റ് ചെയ്യാം. ആദ്യം നമുക്ക് ഇതിനെ ഫുള്ള് y എന്ന് എടുക്കാം. എന്നിട്ട് dy by dx equal to നമുക്ക് സെപ്പറേറ്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ പോരെ. d by dx of 2 by x plus 1 minus d by dx of x square by 3x minus 1. ആണ്. രണ്ട് കോഷ്യൻ റൂൾ വരുന്നുണ്ട്. രണ്ടിടത്ത് കോഷ്യൻ റൂൾ വരിക. അപ്പോൾ dy by dx ഒരു ടേം ഇത് മൈനസ് അടുത്ത ടേം ഇത്. അപ്പോൾ മൈനസ് വരുമ്പോൾ നമുക്ക് രണ്ടിനെ സെപ്പറേറ്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാമെന്ന് പഠിച്ചതാണ്. അപ്പം dy by dx ആണെങ്കിൽ d by dx ഓഫ് ആദ്യത്തെ 2 by x plus 1 ചെയ്യുക മൈനസ് d by dx ഓഫ് x square by 3x minus 1 ചെയ്യുക. ഇത് രണ്ടും കണ്ടുപിടിച്ചിട്ട് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇതിന് വേണ്ടി ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഇത് രണ്ടും കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം കൺസിഡർ ചെയ്യാൻ പോകാം. കൺസിഡർ d by dx of 2 by x plus 1. ഇത് നമ്മൾ ആദ്യത്തേത് ചെയ്യാൻ പോവാം. കൺസിഡർ ഈ ഫസ്റ്റ് വൺ ചെയ്യാൻ പോവാം. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ കോഷ്യൻ റൂൾ ഉപയോഗിക്കുമ്പോൾ ഇടയ്ക്ക് ഈ x plus 1-ൻ്റെയും 2-ൻ്റെയും ഒക്കെ ഡെറിവേറ്റീവ് വേറെ വരുന്നുണ്ട്. അപ്പോൾ അതൊന്നും ആദ്യം എഴുതി വെക്കുകയാണെങ്കിൽ എളുപ്പമുണ്ട്. ഡെറിവേറ്റീവ് ഓഫ് 2 കോൺസ്റ്റൻ്റ് ആണ്, ഡെറിവേറ്റീവ് 0 എന്ന് നമുക്കറിയാം. ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ x plus 1-ൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം. ഡെറിവേറ്റീവ് ഓഫ് x പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് 1. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1-ൻ്റെ ഡെറിവേറ്റീവ് രണ്ടും കണ്ടുപിടിച്ചാൽ മതി. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, 1-ൻ്റെ ഡെറിവേറ്റീവ് 0. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് ഫുള്ള് 1 വരും. അപ്പം ഈ ന്യൂമറേറ്ററായ 2-ൻ്റെ ഡെറിവേറ്റീവ് 0യും ഡിനോമിനേറ്ററായ x plus 1-ൻ്റെ ഡെറിവേറ്റീവ് 1ഉം കിട്ടി. ഇനി നമുക്കത് ഫുൾ ഡെറിവേറ്റീവ് എടുക്കാം. d by dx ഓഫ് 2 by x plus 1 നോക്കാം. ഇത് നമുക്ക് പോർഷൻ റൂൾ d by dx ഓഫ് f of x by g of x എന്ന് എഴുതാൻ മേലെ f of x by g of x എന്ന് എഴുതാം. അതിൻ്റെ ഇക്വേഷൻ പോർഷൻ റൂൾ എഴുതണം. പോർഷൻ റൂൾ ഡിനോമിനേറ്റർ ആണ് ആദ്യം എഴുതേണ്ടത്. g of x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് f of x. പോർഷൻ റൂൾ ആയതിൽ മൈനസ് ആണ്. തിരിച്ച് f of x ഇൻറ്റു d by dx ഓഫ് g of x ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററായ g of x-ൻ്റെ സ്ക്വയർ. നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ദാറ്റ് ഈസ് ഈക്വൽ ടു g of x എന്ന് പറയുന്ന ഡിനോമിനേറ്റർ കിടക്കുന്ന x plus 1 ആണ്. x plus 1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് g of x എന്ന് f of x എന്ന് പറയുന്നത് 2 മൈനസ് f of x എന്ന് പറയുന്നത് 2, ഡെറിവേറ്റീവ് ഓഫ് g of x എന്ന് പറയുന്നത് x plus 1 അല്ലേ. ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ x plus 1-ൻ്റെ സ്ക്വയർ. പോർഷൻ റൂൾ അതേപടി എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ വാല്യൂസ് ശ്രദ്ധിച്ചു കൊടുക്കുക. x plus 1 ഇൻറ്റു 2-ൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ കണ്ടുപിടിച്ചു. ഡെറിവേറ്റീവ് ഓഫ് 2 കണ്ടോ, ഡെറിവേറ്റീവ് ഓഫ് 2 നമുക്കത് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല, നേരിട്ട് എഴുതാം. 0 ഇത് ഫുള്ളാണ് 0 ആയിപ്പോഴും. മൈനസ് 2 ഇൻറ്റു x plus 1-ൻ്റെ ഡെറിവേറ്റീവ് ഓഫ് x plus 1 കണ്ടോ, നമുക്ക് 1 കിട്ടി. 2 ഇൻറ്റു 1
ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ എക്സ് പ്ലസ് വണ്ണിന്റെ സ്ക്വയർ കണ്ടില്ലേ. അപ്പോൾ നമുക്ക് എക്സ് പ്ലസ് വൺ ഇൻറ്റു സീറോ എക്സ് പ്ലസ് വൺ ഇൻറ്റു സീറോ കിട്ടി. അത് ഫുൾ അങ്ങ് സീറോ ആയി പോയിക്കോളും. -2 ഇൻറ്റു 1. അപ്പം അതിൻ്റെ ആൻസർ ഇങ്ങോട്ട് എഴുതുവാണേ. ഇത് വായിച്ചിട്ട് ഇങ്ങോട്ട് എഴുതാം. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൺ ഇൻറ്റു സീറോ എന്ന് വരുമ്പോൾ ഫുള്ള് സീറോ ആയിരിക്കും. -2 ബൈ എക്സ് പ്ലസ് വൺ ഹോൾ സ്ക്വയർ. അപ്പം നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു -2 ബൈ എക്സ് പ്ലസ് വൺ ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. -2 ബൈ എക്സ് പ്ലസ് വൺ ഹോൾ സ്ക്വയർ. അപ്പോൾ ആദ്യത്തെ ആൻസർ കിട്ടി. ഡെറിവേറ്റീവ് ഓഫ് 2 ബൈ എക്സ് പ്ലസ് വൺ ആണ് കണ്ടുപിടിച്ചത്. -2 ബൈ എക്സ് പ്ലസ് വൺ ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. നമ്മൾ പോർഷൻ റൂൾ ഉപയോഗിച്ച് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഡി ബൈ ഡി എക്സോ ഇങ്ങോട്ട് മാറ്റി എഴുതാം. ഡി ബൈ ഡി എക്സോ 2 ബൈ എക്സ് പ്ലസ് വൺ ചെയ്തപ്പോൾ നമുക്ക് -2 ബൈ എക്സ് പ്ലസ് വൺ ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. പോർഷൻ റൂൾ ഉപയോഗിച്ച് ചെയ്താൽ ആദ്യത്തെ ആൻസർ കിട്ടി. -2 ബൈ എക്സ് പ്ലസ് വൺ ഹോൾ സ്ക്വയർ. ഇനി ഇതുപോലെ തന്നെ നമ്മൾ ഇത് കൺസിഡർ ചെയ്യാൻ പോവാം. എക്സ് സ്ക്വയർ ബൈ 3x മൈനസ് 1 അത് ഇതുപോലെ തന്നെ ചെയ്യാൻ പോകണം. അപ്പോൾ അടുത്തത് കൺസിഡർ ചെയ്യുകയാണ്. രണ്ടാമത്തേത് കൺസിഡർ ചെയ്യാം. കൺസിഡർ എക്സ് സ്ക്വയർ ബൈ 3x മൈനസ് 1. ഇവിടെ നമുക്ക് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് വേണം, 3x മൈനസ് 1ന്റെ ഡെറിവേറ്റീവ് വേണം. അതങ്ങനെ എഴുതുവാൻ എളുപ്പമുണ്ട്, ചെയ്യാൻ എളുപ്പമുണ്ട്. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയറിന്റെ ഡയറക്റ്റ് ഡെറിവേറ്റീവ് ആണല്ലോ, അറിയാമല്ലോ, 2x. ഇനി ഡി ബൈ ഡി എക്സ് ഓഫ് 3x മൈനസ് 1 ചെയ്യണം. നമുക്ക് അതിനെ രണ്ടാക്കി എഴുതാം. ഡി ബൈ ഡി എക്സ് ഓഫ് 3x മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് 1. 3xനെ 3 വെളിയിൽ എഴുതാം. 3 ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് മൈനസ് 1ന്റെ ഡെറിവേറ്റീവ് അറിയാമല്ലോ, 0 ഈക്വൽ ടു 3 ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് 1. അവിടെ 3 കിട്ടും. അപ്പം 3x മൈനസ് 1ന്റെ ഡെറിവേറ്റീവ് 3 കിട്ടി. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x കിട്ടി. ഇനി നമ്മളിവിടെ ആ പോർഷൻ റൂൾ ഉപയോഗിക്കാൻ പോവാണ്. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ ബൈ 3x മൈനസ് 1 ഈക്വൽ ടു പോർഷൻ റൂൾ ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ഈക്വൽ ടു പോർഷൻ റൂൾ എഴുതുക. ഡിനോമിനേറ്റർ വേണം ആദ്യം എഴുതാൻ. ജി ഓഫ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ജി ഓഫ് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സിൻ്റെ സ്ക്വയർ. ജി ഓഫ് എക്സിൻ്റെ സ്ക്വയർ. ഞാൻ ഈ ആൻസർ മുകളിലേക്ക് എഴുതുകയാണ്. ഡി ബൈ ഡി എക്സ് ഓഫ് 2 ബൈ എക്സ് പ്ലസ് 1 നമുക്ക് -2 ബൈ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. അതോടെ കിടക്കട്ടെ. ഇതിന്റെ ആൻസർ ശ്രദ്ധിച്ച് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് കണ്ടോ 3x മൈനസ് 1 ആണ്. 3x മൈനസ് 1 ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ, എക്സ് സ്ക്വയർ മൈനസ് തിരിച്ച് എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് 3x മൈനസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 3x മൈനസ് 1ന്റെ സ്ക്വയർ ഈക്വൽ ടു. ഇനി വാല്യൂ ശ്രദ്ധിച്ചു കൊടുക്കുക. 3x മൈനസ് 1 അതേപടി 3x മൈനസ് 1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് കണ്ട് ഇവിടെ കിട്ടി 2x മൈനസ് ഇനി എക്സ് സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 3x മൈനസ് 1. 3x മൈനസ് 1ന്റെ ഡെറിവേറ്റീവ് നമുക്ക് ഇവിടെ 3 എന്ന് കിട്ടി. എക്സ് സ്ക്വയർ ഇൻറ്റു 3 ബൈ ജി ഓഫ് എക്സിന്റെ സ്ക്വയർ. ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് 3x മൈനസ് 1ന്റെ സ്ക്വയർ. ഇനി ഇത് വേണമെന്ന് 3x മൈനസ് 1 ഇൻറ്റു 2x എക്സ്പാൻഡ് ചെയ്യാം. അങ്ങനെ ചെയ്യാൻ പറ്റുന്നതൊക്കെ നമുക്കങ്ങ് ചെയ്യാം. ഈക്വൽ ടു നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. ഇങ്ങോട്ട് എഴുതാം. That is equal to 3x minus 1 into 2x expand ചെയ്യാം നമുക്ക്. 3x into 2x. 3x into 2x expand ചെയ്യുമ്പോൾ 3 into 2 6x square വരും. ഇനി -1 into 2x. -1 into 2x വരുമ്പോൾ -2x വരും. പിന്നെ x square into 3 -3x square വരും. by 3x minus 1 whole square. ഇനി ഇവിടെ 6x square minus 3x square സിംപ്ലിഫൈ ചെയ്യാം. 6x square minus 3x square എന്ന് പറയുമ്പോൾ 3x square വരും. -2x വരും ബൈ 3x മൈനസ് 1 ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡെറിവേറ്റീവ് കിട്ടി. രണ്ടാമത്തേൻ്റെ ഡെറിവേറ്റീവ് കിട്ടി. അതായത് ഇപ്പം കിട്ടിയതെന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ ബൈ 3x മൈനസ് 1 അതാണ് നമുക്കിപ്പം 3x സ്ക്വയർ മൈനസ് 2x ബൈ 3x മൈനസ് 1 ഹോൾ സ്ക്വയർ കിട്ടിയത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ രണ്ടിനെ കിട്ടി. രണ്ടും കൂടി ഇക്വേഷൻ നമ്പർ 1ലേക്ക് കൊടുത്താൽ പോരെ. ഇക്വേഷൻ നമ്പർ 1ലേക്ക് ഇത് രണ്ടും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. dy by dx equal to
ഡി ബൈ ഡി എക്സ് ഓഫ് 2/x പ്ലസ് 1 അതിവിടെ കിട്ടിയിട്ടുണ്ട്. ഡി ബൈ ഡി എക്സ് ഓഫ് 2/x പ്ലസ് 1 എന്ന് പറഞ്ഞാൽ മൈനസ് 2/x പ്ലസ് 1 ഹോൾ സ്ക്വയർ മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ ബൈ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ ബൈ 3x മൈനസ് 1 എന്ന് പറഞ്ഞാൽ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ ബൈ 3x മൈനസ് 1 എന്ന് പറയുന്നത് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈ ആൻസറാണ് 3x സ്ക്വയർ മൈനസ് 2x ബൈ 3x മൈനസ് 1 ഹോൾ സ്ക്വയർ കണ്ടു. ഇതിന് രണ്ടിൻ്റെയും സെപ്പറേറ്റ് ആൻസർ നമുക്ക് കിട്ടി. 2/x പ്ലസ് 1ൻ്റെ ഡെറിവേറ്റീവ് 2 മൈനസ് 2/x പ്ലസ് 1 ഹോൾ സ്ക്വയർ കിട്ടി മൈനസ് എക്സ് സ്ക്വയർ ബൈ 3x മൈനസ് 1ൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് കിട്ടി 3x സ്ക്വയർ മൈനസ് 2x ബൈ 3x മൈനസ് 1 ഹോൾ സ്ക്വയർ. അത് രണ്ടും അങ്ങ് കൊടുത്താൽ മതി. ഇനി സിംപ്ലിഫൈ ചെയ്യാനൊന്നും പോകണ്ട. ഇത് രണ്ടും എഴുതി അണ്ടർലൈൻ ചെയ്യാം. അപ്പം അങ്ങനെ ഈ ക്വസ്റ്റിനകത്ത് 2 കോഷൻ റൂൾ കയറി വരുന്നുണ്ട്. 2 എണ്ണം കോഷൻ റൂൾ 2 ഉപയോഗിക്കണം. അപ്പോൾ ഒറ്റയടിക്ക് കോഷൻ റൂൾ ഉപയോഗിക്കരുത്. ആദ്യം നമ്മൾ സെപ്പറേറ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. രണ്ടും മൈനസ് അല്ലേ, രണ്ടും സെപ്പറേറ്റ് ആക്കി എഴുതുക. രണ്ടും സെപ്പറേറ്റ് എടുത്ത് കോഷൻ റൂളൊക്കെ എഴുതുക. അങ്ങനെ വേണം ചെയ്യാൻ. അപ്പോൾ ഇങ്ങനെ ചെയ്യുക. ഓക്കെ, ക്ലിയർ ആയോ? ഇനി നമുക്ക് കുറച്ച് ബേസ് 2-3 ബേസ് റിസൾട്ട് കൂടെ ഉണ്ട്. കോട്ട സീക്ക് കൊസീക്ക്, പിന്നെ 2-3 റിസൾട്ടും കൂടെ 2-3 പ്രോബ്ലം കൂടെ ചെയ്താൽ നമുക്ക് ഡിഫറൻസിയേഷൻ തരും. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇന്നത്തെ ക്ലാസ് നമുക്ക് എടുക്കാം. താങ്ക് യു.